പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. 2 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, നേന്ത്രപ്പഴം. പിന്നെ ഇതിൽ മൈദ മാവ്, മഞ്ഞൾ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി ലേശം അരിമാവും കൂടെ ചേർത്ത് കൊടുക്കാം. അരിമാവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. അരിമാവ് ചേർത്ത് ഞാൻ ദോശമാവ് ചേർക്കും, ഞാൻ അരിമാവും ചേർക്കും. അപ്പം ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് കുഴയ്ക്കാം. നന്നായി കുഴച്ചെടുക്കാം. ഭയങ്കര മധുരം ഇല്ല, എങ്കിലും പഴത്തിന് മധുരം ഉണ്ടല്ലോ. ഇത് മതി, മധുരം കുറച്ച് മതി. ഒരു മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പഴം ഇങ്ങനെ 3 പീസാക്കാം. നീളത്തിനിടണേ ഉള്ളൂ. ഇങ്ങനെ ആക്കി ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് ഇനി അതിലേക്ക് ഫ്രൈ ആക്കാനായിട്ട് എണ്ണ ഒഴിക്കുക. ഈ എണ്ണയൊന്നും പോരാ കേട്ടോ, അത് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. അതിൽ ഇതായി നിൽക്കണ്ടേ, കുറച്ച് ഒഴിക്കും മതി. അതിനി എണ്ണ തിളക്കട്ടെ. എണ്ണ തിളച്ച് ഇനി മാവിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ശരിയാവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഒരെണ്ണം ഒടിഞ്ഞു പോയി പഴം. ഒടിഞ്ഞതിന് സാരമില്ല, അങ്ങനെ ഇടാം. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ടേക്കാണ് ഇപ്പം ഞാൻ. തീ ഇത്തിരി ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. തീരെ കുറഞ്ഞു വീട്ടിൽ അങ്ങനെ കിടന്ന് ഇതാവട്ടെ. പഴംപൊരി ഇതിലോട്ട് വയ്ക്കാം നമുക്ക്. വെള്ളം ഇത് വാർന്ന് പോട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം. രണ്ടെണ്ണത്തിനും കൂടെ അല്ലേ ഉള്ളൂ. കിടന്ന് നോക്കട്ടെ. അങ്ങനെ കിടന്ന് തിളക്കിയിട്ടത്. പഴംപൊരിയും ബീഫും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇച്ചിരി എടുത്ത് കഴിച്ച് നോക്കാം. ഞാൻ പക്ഷേ ഇങ്ങനെ കഴിച്ചിട്ടില്ല. എല്ലാവരും പറയണം ഈ പഴംപൊരിയും ബീഫും പൊള്ളിയാണെന്ന്. ഒന്ന് കഴിച്ച് നോക്കാം. ഇങ്ങനെ അതിലോട്ട് മുക്കി, ഇങ്ങനെ മുക്കണം. മുക്കിയിട്ട് ഇങ്ങനെ അതിനകത്ത് പീസ് വെച്ചിട്ട് അടിപൊളി മധുരവും നല്ല ബീഫിൻ്റെ നല്ല ഇച്ചിരി എരിയും എല്ലാം കൂടെ ചെന്നപ്പം സൂപ്പർ സൂപ്പർ സാധനം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം ടാറ്റാ.